നമസ്കാരം, ഞാൻ തോമസ് കളത്തിപ്പറമ്പ്. ഞാനിന്ന് സംസാരിക്കുന്നത് എൻ്റെ ചേരാനല്ലൂർ പഞ്ചായത്തിലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. കാരണം ഇന്നിവിടെ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കണേ, 6 വരിപ്പാത. ഈ ഹൈവേ പണി തീരുമ്പോഴേക്കും ചേരാനല്ലൂർ പഞ്ചായത്തിനെ 2ആയി വിഭജിച്ച് കഴിഞ്ഞിരിക്കും. അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ഈ പഞ്ചായത്തിൻ്റെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും ഉള്ള ആളുകളെ പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, പ്രായമായ ആളുകൾക്ക് ദേവാലയങ്ങളിൽ പോകാൻ പറ്റാത്ത രീതിയിൽ, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത രീതിയിൽ, മാർക്കറ്റിൽ പോകാൻ പറ്റാത്ത രീതിയിൽ, അങ്ങനെ ജനങ്ങളെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഹൈവേ വഴി നടക്കുന്നത്. ഇവിടെ പുരോഗമനം വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ പുരോഗമനം വരുമ്പോൾ ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാവരുത്. അപ്പോൾ ഇവിടെ ഈ 2.5 കിലോമീറ്ററോളം നീളത്തിൽ ഹൈവേ വൻമതിൽ കെട്ടി പണിയുമ്പോൾ ഈ 2.5 കിലോമീറ്ററിന് ഇടയ്ക്ക് ഒരു അടിപ്പാത വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 150 ദിവസത്തിന് മുകളിലായി. ഇതേവരെ അധികാരികളിൽ നിന്ന് അതിനനുകൂലമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പൊതുയോഗം ഉണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ പൊതുയോഗം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പഞ്ചായത്തിലുള്ള എന്താ പറയുക, രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് മതസംഘടനകൾ, മറ്റ് എന്താ പറയുക, എനിക്ക് പറയാൻ വാക്ക് കിട്ടണില്ല. ഞാൻ അവരുടെ പേരൊക്കെ ഞാനത് വായിക്കട്ടെ. അപ്പോൾ കുറേ ഇതുപോലെ സംഘടനകളുടെ പ്രതിനിധികളായിരുന്നു ഇന്നത്തെ ആ ഒരു മീറ്റിങ്ങിൽ, ആ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഇത്തരം ആളുകൾ എന്തുകൊണ്ട് പങ്കെടുത്തു എന്ന് നമ്മ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുത്തരമാണ് ഇവിടുത്തെ ചേരാനല്ലൂരിലെ ജനങ്ങൾ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ടും അവരുടെ ഏറ്റവും വലിയ ദുഃഖമായിട്ടും അവർ മുന്നിൽ കാണുന്ന വലിയൊരു കാര്യം. ആ പഞ്ചായത്തിനെ 2ആയി കീറിമുറിക്കാതെ അതിനിടയ്ക്ക് ഒരു അടിപ്പാത വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഒരു പുതിയ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് കുറേ ആളുകളോട് ഒന്നിച്ചുകൂടിയത്. ആ ഒന്നിച്ചുകൂടിയത് ഏതെല്ലാം സംഘടനകളുടെയും ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധിയാണ് എന്ന് ഞാനിവിടെ വായിക്കാം. നിങ്ങളതൊന്ന് കേൾക്കണം കേട്ടാ. CPIM ഉണ്ടായിരുന്നു, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI, BJP, DYFI, AIYF, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, കുടുംബശ്രീ, കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് J, ജനതാദൾ, NCP, സോഷ്യലിസ്റ്റ് ജനതാദൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ എല്ലാ മെമ്പേഴ്സും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പേഴ്സ്, ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സ്, വെൽഫെയർ പാർട്ടി, SDPI, SDTU, CITU, AITUC, INTUC, STU, KLCA, KCYM, സെന്റ് ജെയിംസ് ചർച്ച്, കാർത്യായനി ഭഗവതി ടെമ്പിൾ, മഹാവിഷ്ണു ടെമ്പിൾ, ഇതിൻ്റെയൊക്കെ പ്രതിനിധികളാണ്. ഇനിയുമുണ്ട്, ഞാൻ വായിക്കാം. ചേരാനല്ലൂർ ജമാഅത്തെ കമ്മിറ്റി, തൈക്കാവ് മസ്ജിദ്, ജാമിയ അഷ്റിയ, പിന്നെ അമൃത വിദ്യാപീഠം, സുന്നി കൾച്ചറൽ സെൻറ്റർ, SYS ചേരാനല്ലൂർ, SYS, SK, SSF വായനശാല, ഹിബാത്തുൽ ഇസ്ലാം മസ്ജിദ്, സുലഫി മസ്ജിദ്, അമീര മസ്ജിദ്, CMA, എഡ്രാക്ക്, CERA, ആശ്രയ, പിന്നെ ഓൾ റെസിഡൻസ് അസോസിയേഷൻ, താമരശ്ശേരി കുടുംബയോഗം, പിന്നെ സിമിലർ ഓർഗനൈസേഷൻ, കുടുംബശ്രീ സേവാ സംഘം, SNDP, NSS, KPMS, KVV ഏകോപന സമിതി, KVV സമിതി, NH ആക്ഷൻ കൗൺസിൽ, സൈബർ ഹോസ്പിറ്റൽ, PTA അൽഫറൂഖിയ ഹൈസ്കൂള്, PTA GLPS, PTA ലിറ്റിൽ ഫ്ലവർ സ്കൂള്, നവകേരള ക്ലബ്ബ്, സമത ക്ലബ്ബ്, KPAM യത്തീംഖാന, അതുപോലെ കൗൺസിലർ 36 CPIM അവിടെ 36 പിന്നെ സെന്റ് ജെയിംസ് കുടുംബശ്രീ യൂണിറ്റ്, റോട്ടറി. അപ്പം അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാനിപ്പോൾ എത്ര പേരുകൾ ഇതിൽ വായിച്ച്. ഇത്തരം ഇതിൻ്റെ എല്ലാം പ്രതിനിധികൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിനിധികൾ വന്നത്? അതാണ് ആ ദുഃഖത്തിൻ്റെ വ്യാപ്തി, ആഴം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദുഃഖം നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. കാരണം ഈ 2.5 കിലോമീറ്ററിനകത്ത് ഒരു അടിപ്പാത നമുക്ക് വന്നേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്ത് സമരവും ഏത് രീതിയിലും നടത്താനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ചേരാനല്ലൂരിലെ ജനങ്ങൾ. അപ്പോൾ ആ ജനങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഇവിടെ എന്ത് സമരം വന്നാലും എല്ലാവരുടെയും സപ്പോർട്ട് ഈ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നാളെ അവരുടെ ദുഃഖത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോടത്
അഭ്യർത്ഥിക്കണേ. അപ്പം എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ സ്വീകരിക്കുക. അപ്പം ഞങ്ങളുടെ എല്ലാ സമരത്തിനും എല്ലാവരുടെയും പിന്തുണ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചുരുക്കുന്നു. നന്ദി.